സെക്രട്ടേറിയറ്റ് നടയിൽ സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ. 24-ന് കൂട്ട ഉപവാസം നടത്തും. സംസ്ഥാന സർക്കാർ ആശമാരുടെ ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ തീരുമാനമാകുന്നത്. അതേസമയം ആശാവർക്കർമാരുടെ സമരം BJP പിന്തുണയോടെ നടക്കുന്നതാണെന്ന് DYFI കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി രശ്മി കാർത്തിക് ചേരുന്നു. രശ്മി, അവിടെ ആശാവർക്കർമാരുടെ സമരം അത് 41 ദിവസവും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. നിരാഹാര സമരം 3-ാം ദിവസം. ഇന്നലെ 3-ാം ദിവസം നിരാഹാരത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൽ നിരാഹാരം ഇരുന്ന ഒരാളെ ആശുപത്രിയിലേക്ക്, ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോൾ പകരം വേറെ ഒരാൾ നിരാഹാരത്തിലേക്ക് വന്നിട്ടുണ്ടോ? എന്തായാലും ഇവർ കൂട്ട ഉപവാസം അടക്കമുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങുകയല്ലേ രശ്മി കാർത്തിക? സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 41-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവരുടെ നിരാഹാര സമരം ഇന്ന് 3-ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഈ നിരാഹാരം ഇരുന്ന 3 പേരിൽ ഒരാളുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഷീജെ ഇവരിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റി. പകരം ശോഭ എന്ന് പറയുന്ന ശോഭ എന്ന പേരുള്ള ആശാപ്രവർത്തകയാണ് നിലവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ 3-ാമത്തെ ദിവസമാണ് ഇവർ നിരാഹാര സമരം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ആരോഗ്യനില മോശമായിട്ടുണ്ട്. ഇവരെ പരിശോധിക്കുകയാണ്. നിലവിലെ ആരോഗ്യാവസ്ഥ എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായി പറയാനുള്ള കാര്യം, ഇവർ ഇത്രയും ദിവസമായിട്ടും ഈ സമരം 41-ാം ദിവസത്തിലേക്ക് എത്തിയിട്ടും സർക്കാർ യാതൊരു ഇടപെടലിനും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന 24-ാം തീയതി എല്ലാവരും ഒരുമിച്ച് കൂട്ട ഉപവാസം നടത്താൻ പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണിന്ന് ആശാവർക്കർമാർ നടത്തിയിരിക്കുന്നത്. ഈ സമരം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. ഇവരുടെ ആവശ്യങ്ങൾ, അതായത് ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ട ഉപവാസം ഇനി നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. മരണം വരെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ആശമാർ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ DYFIയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന സമരം അതൊരു നാടകമാണ് എന്നുള്ളതാണ് DYFI പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്ന ആശമാർ ശാഠ്യം പിടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ശാഠ്യം പിടിക്കുകയല്ല, ഇവർ ഇത്തരത്തിൽ മറ്റൊരു നിവർത്തിയുമില്ലാതെ, അതായത് ചെയ്ത വേതനത്തിന്റെ കൂലിക്ക് വേണ്ടിയാണ് ഈ ഒരു സമരം നടത്തുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ കൂട്ട ഉപവാസ സമരത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല. ഇവരെല്ലാവരും, അതായത് 3 പേർ വെച്ച് നിരാഹാരം ഇരിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇനിയിപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ട ഉപവാസത്തിലേക്ക് പോവുകയാണ്. അപ്പോഴെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ഇനി ഈ കൂട്ട ഉപവാസത്തിലേക്ക് പോകുന്നുണ്ടോ 24-ാം തീയതി? ഇവിടത്തെ കൊണ്ട് നേരം ആയിട്ടില്ല, ഞങ്ങൾ കൂട്ട ഉപവാസത്തേക്ക് തന്നെ പോകും. ഉപവാസം എന്നുള്ളത് മാറി ചിലപ്പോൾ ഞങ്ങൾ നിരാഹാരം വരെ തന്നെയായിട്ട് തന്നെ പോകും. ഇപ്പോൾ DYFI പറഞ്ഞിട്ട് ഉള്ളൊരു കാര്യമുണ്ട്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്നൊരു സമരം നാടകമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രസ് മീറ്റിൽ അവർ പറഞ്ഞു. ഏത് വകുപ്പിലാണ് നാടകം എന്ന് അവരോടൊന്ന് പറയാവോ? ഏത് വകുപ്പിലാന്ന്? ഇവിടുന്ന് 2 തവണയും ഞങ്ങളുടെ പ്രതിനിധികൾ അവർ വിളിച്ചപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി കാണാൻ പോയി. ഒരു ഫോർമുല പോലും മുന്നോട്ട് വെക്കാനില്ലാത്ത സർക്കാർ പറയുന്നത് എവിടെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇപ്പോൾ ഫേസ്ബുക്കുകളിലും മറ്റുള്ള സോഷ്യൽ മീഡിയ അവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വാശി പിടിക്കുന്നു. ഇവിടെ കിടക്കുന്ന ഒരു സ്ത്രീകൾക്കും ഇവിടെ വന്ന് രാത്രിയും പകലും കിടക്കണമെന്ന് ഒരാഗ്രഹമുള്ള സ്ത്രീകളല്ല. ഞങ്ങൾക്ക് എല്ലാ മക്കളും കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുള്ള സ്ത്രീകൾ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരാഗ്രഹമില്ല ഇവിടെ കിടക്കണം, എങ്ങനെയും പോകണമെന്നുള്ളതാ. അപ്പോൾ ഒരു ഫോർമുല പോലും വെക്കാതെ മന്ത്രി പറഞ്ഞിരിക്കുന്നത്, ശ്രീമതി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ആശന്മാരാണ് അവരെ ഇവിടുന്ന് കിടത്താൻ പറ്റില്ല, വിടൂന്ന്. പക്ഷെ അവർക്ക് വേണ്ടി മുന്നോട്ട് വെക്കാൻ ഒരു ഫോർമുല ഇല്ല അവരുടെ കയ്യിൽ. അവരൊരു ഫോർമുല വെക്കട്ടെ, അംഗീകരിക്കാൻ കഴിയുന്ന ഫോർമുല ചർച്ച ചെയ്തിട്ട് നമുക്കത് അംഗീകരിച്ച് ഞങ്ങൾ മാറിക്കൊടുക്കാം. അതിനാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ആരോടൊരു പിടിവാശിയില്ല. ഇവിടെ കിടക്കണമെന്ന് ഞങ്ങൾക്കൊരു താല്പര്യവും ഇല്ല. ഒരു മിനിറ്റ് മുന്നേ എങ്കിൽ 1 മിനിറ്റ് മുന്നേ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആശമാർ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഈ കള്ള പ്രചരണം എന്തിനാ ഇവർ നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏതായാലും ഈ ഉപവാസത്തിലേക്ക് ഉൾപ്പെടെ, നിരാഹാര സമരത്തിലേക്ക് ഉൾപ്പെടെ കൂട്ട ഇതിലേക്ക് കടക്കുകയാണല്ലേ? പോകും. എന്തായാലും ഇതിനൊരറ്റം കണ്ടിട്ടേ ഞങ്ങൾ മാറുള്ളൂ.
അവരവരുടെ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതിനൊരു അവസാനം കാണുന്നത് വരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും മടങ്ങില്ല എന്നുള്ളതാണ്. ഇവർ ഡിവൈഎഫ്ഐക്ക് മറുപടിയും നൽകിയിട്ടുണ്ട്. കാരണം ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ കിടക്കുന്ന ഒരു ആശമാർക്ക് പോലും അവരുടെ വീട്ടിലേക്ക് പോകാതെ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ മഴയും വെയിലും ഒക്കെ സഹിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരണം എന്നുള്ളത് ഇവർക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. ഒരു ഫോർമുല പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത സർക്കാരാണോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരാണോ ഇത്തരത്തിൽ കുറ്റം പറഞ്ഞത്? കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം മന്ത്രി പറഞ്ഞത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർക്ക് പിടിവാശിയാണ്, ശാഠ്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ പറയുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരം നാടകമാണെന്ന്. ആദ്യം സർക്കാർ പറഞ്ഞു ഈ സമരം ചെയ്യുന്നത് ആശമാരല്ല എന്നുള്ള കാര്യം അവർ പറയുന്നു. ഏതായാലും നിരന്തരം ഇവരെ അവഹേളിക്കുകയാണ്, അവഗണിക്കുകയാണ്. മാത്രമല്ല ഒരു ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് തന്നെ ആശമാർ സർക്കാരിന്റെ മുന്നിലോട്ട് വെച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് എത്ര തുക വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഒരു 2000 എങ്കിലും അല്ലെങ്കിൽ ഒരു 3000 എങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം വരെ അവർ ചോദിച്ചിരുന്നു. പക്ഷേ അതിൽ നിങ്ങൾ ഈ സമരം ചെയ്യരുത്, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പോകണം, ഇത് മാത്രമാണ് സർക്കാരിന് പറയാനുള്ളത്. ഏതായാലും ഇവരുടെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ഇവരുടെ പെൻഷൻ നൽകുക, ഇവരുടെ ഈ ഓണറേറിയം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശമാരുടെ സമരം ഇന്ന് 41-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ നിരാഹാര സമരത്തിൽ പങ്കെടുത്ത ഒരു ആശാപ്രവർത്തകയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പകരം ഒരാൾ നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി 24-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എല്ലാ ആശമാരും ഒന്നിച്ച് നിരാഹാര സമരം ആരംഭിക്കും, കൂട്ട ഉപവാസം നടത്തും എന്നുള്ളതാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മരണം വരെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പോവില്ല. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ, അതായത് 16-18 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്ന ആശമാർ അവരുടെ ന്യായമായ ചെയ്ത ജോലി, ആ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി അത് കൃത്യമായി നൽകുക. മാത്രമല്ല കോവിഡും നിപ്പയും പോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കേരളം അത്തരം സാഹചര്യത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് സ്വന്തം ജീവൻ പോലും മറന്ന് പോരാടിയവരാണ് ആശമാർ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആശമാരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് പകരം അവരെ പല വേദികളായി അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ആശമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിക്കെതിരെ പോലും വളരെ രൂക്ഷമായ ഒരു വിമർശനം ആശമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആരോ ചന്തയ്ക്ക് പോയതുപോലെയാണ് ഡൽഹിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് പോയത് എന്നുള്ളതാണ് ആശമാർ പറഞ്ഞപ്പോൾ ഇവർ ഈ മുദ്രാവാക്യം വിളിക്കുകയാണ്. സർക്കാരിനെതിരെ വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പലരും ഈ ആശമാർക്ക് പിന്തുണ നൽകി ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ അംഗനവാടി ജീവനക്കാരുടെ സമരവും നടക്കുന്നുണ്ട്. അവരും സമാനമായ രീതിയിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവരുടെ വിരമിക്കൽ ആനുകൂല്യം, ക്ഷാമബത്ത ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അംഗനവാടി ജീവനക്കാരും ഇവർക്ക് തൊട്ടപ്പുറത്തായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തിയതാലും സമരവീര്യം ഒട്ടും കുറയാതെ വളരെ ശക്തമായി തന്നെ ഇവർ മുന്നോട്ട് പോവുകയാണ്. വിനോദ്, തീർച്ചയായും ആശാ വർക്കർമാർ അവരുടെ സമരവുമായി മുന്നോട്ട് പോകുന്നു. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നതിനെതിരെയാണ് അവർ സഹന സമരവുമായി മുന്നോട്ട് പോകുന്നത്. 41 ദിവസമായി അവർ സെക്രട്ടേറിയറ്റ് നടയിൽ മഴയും വെയിലും പകലും രാവും എല്ലാം സഹിച്ച് അവർ അവിടെ സമരം നടത്തുകയാണ്. ആ സമരത്തിൻ്റെ മറ്റൊരു ഘട്ടമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടന്നിട്ടുള്ളത്. 3 നേതാക്കളാണ് നിരാഹാരം ഇരിക്കുന്നത്. അതിൽ ഒരാളുടെ ആരോഗ്യസ്ഥിതി ഇന്നലെ മോശമായി, അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പകരം ഒരാൾ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 24-ാം തീയതി കൂട്ട ഉപവാസം നടത്തി സമരം ശക്തമാക്കാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. ഇവർക്ക് പിന്തുണയുമായി സമീപത്തെ അംഗൻവാടി ജീവനക്കാരും സമരം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സമര കേന്ദ്രത്തിൽ നിന്നും രശ്മി കാർത്തിക.